ജരാസന്ധൻ മഗധ രാജ്യത്തിലെ മഹാശക്തനായ രാജാവായിരുന്നു. അദ്ദേഹം പല രാജ്യങ്ങളെ കീഴടക്കി അവരെ ജയിലിലടച്ച് യാഗങ്ങളിൽ മനുഷ്യബലി അർപ്പിക്കാനായി പദ്ധതിയിട്ടു. അദ്ദേഹത്തിന്റെ ക്രൂരത മൂലം അനേകം രാജാക്കന്മാർ വിഷമത്തിലായിരുന്നു. ജരാസന്ധന്റെ ജനനം അത്ഭുതകരമായ ഒന്നായിരുന്നു. മഗധ രാജാവായ ബൃഹത്തന് കുട്ടികളില്ലായിരുന്നു. ഇതിനാൽ ദുഃഖിച്ച അദ്ദേഹം ഒരു മഹിഷിയുടെ സഹായം തേടി. മഹിഷി ഒരു പഴം നൽകി അത് ഭാര്യമാർക്ക് നൽകാൻ പറഞ്ഞു. 2 ഭാര്യമാർക്കും അദ്ദേഹം ആ പഴം തുല്യമായി നൽകി. അപ്പോൾ 2 പേരും ഒരവയവം മാത്രമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. രാജാവ് ദുഃഖിതനായി. അതേസമയം ജര എന്നു പേരുള്ള ഒരു യക്ഷി രാജാവിന്റെ ദയയാൽ ഈ 2 ഭാഗങ്ങൾ സംയോജിപ്പിച്ച് കുഞ്ഞിന് ജീവൻ നൽകി. ഇത് കണ്ട രാജാവ് കുഞ്ഞിന് ജരാസന്ധൻ എന്ന പേര് നൽകി. ജരാസന്ധൻ പ്രഗത്ഭനായ ഒരു മല്ലയുദ്ധജ്ഞനും മഹാവീരനുമായിരുന്നു. അദ്ദേഹം തന്റെ ശക്തി ഉപയോഗിച്ച് 86 രാജാക്കന്മാരെ തടവിൽ വെച്ചു. 100 രാജാക്കന്മാരെ യാഗത്തിനായി ബലിയർപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ശക്തി, ദുഷ്ടത ദൈവങ്ങൾക്ക് പോലും ഭീഷണിയായിരുന്നു. സഹദേവന്റെ രാജസൂയ യാഗം വിജയകരമാക്കാൻ ജരാസന്ധനെ നിഷ്പ്രഭമാക്കുക അത്യാവശ്യമായിരുന്നു. കൃഷ്ണനും ഭീമനും അർജുനനും കൂടി ഒരു രഹസ്യ ദൗത്യം തയ്യാറാക്കി. കൃഷ്ണൻ, ഭീമൻ, അർജുനൻ മഗധത്തിലേക്ക് ബ്രാഹ്മണ വേഷത്തിലെത്തി. കൃഷ്ണൻ ജരാസന്ധനെ നേരിട്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ചു. എന്നാൽ യുദ്ധത്തിനായി ഭീമൻ മുന്നോട്ട് വന്നു. 27 ദിവസത്തോളം നീണ്ട മല്ലയുദ്ധത്തിൽ ജരാസന്ധനും ഭീമനും തുല്യശക്തിയോടെ ഏറ്റുമുട്ടി. എന്നാൽ ജരാസന്ധനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് മനസ്സിലാക്കാൻ ഭീമൻ ഏറെ സമയമെടുത്തു. കൃഷ്ണൻ ഒരു ചെറിയ സൂചന നൽകി. ശരീരത്തെ 2 ഭാഗങ്ങളായി പിളർത്തിയാൽ മാത്രമേ ജരാസന്ധനെ ശാശ്വതമായി നശിപ്പിക്കാനാവൂ. 27-ാം ദിവസം ഭീമൻ തന്റെ അപാര ശക്തി ഉപയോഗിച്ച് ജരാസന്ധനെ 2 ഭാഗങ്ങളായി പിളർത്തി 2 വശത്തേക്ക് എറിഞ്ഞു. ഇതോടെ ജരാസന്ധന്റെ ജീവൻ അവസാനം. ജരാസന്ധന്റെ മരണത്തോടെ രാജാക്കന്മാർ തടവിൽ നിന്ന് മോചിതരായി. മഗധ രാജ്യവും സമാധാന മാർഗത്തിലേക്ക് തിരിഞ്ഞു. പാണ്ഡവരുടെ രാജസൂയ യാഗം വിജയകരമായി നടന്നു. ജരാസന്ധാവധം ധർമ്മത്തിന്റെ ജയം, ദുഷ്ടതയുടെ പതനം, നീതിയുടെ പ്രാബല്യം എന്നിവയുടെ ഉദാഹരണമാണ്. ഈ കഥ നമ്മളിൽ ധൈര്യവും നീതിയും വിശ്വാസവും സൃഷ്ടിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.